പഴകത്തെ സ്ഥാപനങ്ങളും കമ്പനികളുമെല്ലാം വീണ്ടും ഉടനെ തുറന്നു പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിലൊന്നും ഇനി അനന്തുവിനൊപ്പം കവിത പോവണ്ട. ഗാർമെന്റ്സ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. എന്റെ പേരിലല്ലേ ഗാർമെന്റ്സ്? അവിടെ പോകരുതെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അവകാശം? അതറിഞ്ഞില്ലേ നീ? നിന്റെ പേരിൽ എഴുതിയ പവർ ഓഫ് അറ്റോർണി അനന്തു ക്യാൻസൽ ചെയ്തു. മിടുക്കൻ. ഇപ്പോഴാ അവൻ മിടുക്ക് കാണിച്ചത്. ഗാർമെന്റ്സ് ഇനി മുതൽ ബാലാമണിയായിരിക്കും നോക്കി നടത്തുക. അതെങ്ങനെ ശരിയാവും? ബിസിനസിനെ കുറിച്ച് അവൾക്ക് എന്തറിയാം? അറിയാവുന്നവർ ചെയ്തിട്ട് എല്ലാം നഷ്ടത്തിലായിരുന്നല്ലോ. ഇനി അറിവില്ലാത്തവർ നോക്കട്ടെ. അമ്മേ, ആ ഫിനാൻസ് എനിക്ക് തന്നേക്കാവോ? കാശിന്റെ കണക്കൊക്കെ കൃത്യമായിട്ട് ഞാൻ നോക്കിക്കോളാം. ഏയ്, നീ ശരിയാവില്ല. എന്നാ ജൗളിക്കട? പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഒരു പെട്ടിക്കടെങ്കിലും ഇട്ടതാ എനിക്ക്. എന്റെ കഴിവ് തെളിയിക്കാനാ. അമ്മേ, നിനക്ക് ഞാനൊരു പെട്ടിക്കട ഇട്ട് തരാം. ശവപ്പെട്ടിക്കട. എന്നാ ഞാനുണ്ടാക്കുന്ന ആദ്യത്തെ പെട്ടിയേ നിന്റെ അളവിലായിരിക്കും. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഏയ്, വഴി വായിലല്ലേ, ചോദിച്ചിങ്ങ് പോന്നു. ആ, വരൂ. ഇരിക്കൂ. മോനിരിക്കൂ. ആ, സഹദേവൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ, സഹദേവകുമാർ എന്നാ മുഴുവൻ പേര്. എവിടെയാ വീട്? കൊടുങ്ങല്ലൂരിന്ന് ഗുരുവായൂർ പോണ വഴി, മതിലകം എന്ന് പറയും. ജോലി? കൃഷിയാ. ഒരു 10 ഏക്കറിൽ റബ്ബറുണ്ട്, 2 കാപ്പിത്തോട്ടവും, പിന്നെ നട്ടുതന്നെ എല്ലാം ഉണ്ട്. നമ്മുടെ പറമ്പിലുണ്ടാകുന്ന പച്ചക്കറി ആവുമ്പോൾ കീടനാശിനി തളിച്ചൊന്ന് പേടിക്കണ്ടല്ലോ. എന്താ പേര്? അയ്യോ, പെണ്ണിതല്ല, ഇതെന്റെ ഭാര്യയാ. ഞാനും വിചാരിച്ചു പ്രായം ഒത്തിരി കുറഞ്ഞു പോയോന്ന്. എനിക്ക് നടപ്പ് 43.
ഇതാ എൻ്റെ ചേച്ചി. എൻ്റെ പേര് സഹദേവകുമാർ. എന്താ പേര്? ഗീത. മുഴുവൻ പേര് ഗീതാഞ്ജലി. ഗീതമ്മ എന്ന് വിളിച്ചാ മതി. ഞാൻ പ്രീ ഡിഗ്രി പാസ്സായതാ. പിന്നെ കൃഷിയുടെ തിരക്കായി പഠിക്കാൻ പറ്റിയില്ല. ഏതുവരെ പഠിച്ചു? പത്താം ക്ലാസ് വരെ പോയുള്ളൂ. അപ്പോഴേക്കും അനിയനെ പഠിപ്പിക്കുന്ന തിരക്കിലായി. തോറ്റതുകൊണ്ട് പിന്നെ പോകാനും പറ്റിയില്ല. പഠിത്തത്തിലൊന്നും വലിയ കാര്യമില്ല. അനുഭവം കൊണ്ടാണല്ലോ പഠിക്കുന്നത്. എനിക്ക് നല്ല സ്വഭാവമുള്ളൊരു പെണ്ണായാ മതി. അത് ഗ്യാരണ്ടിയാ. പട്ടുപോലത്തെ സ്വഭാവാ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ആവശ്യമില്ലാതെ എന്നെ ഭരിക്കാൻ വരരുതെന്നേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ കല്യാണം. എന്നെ ഇഷ്ടായോ? ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എനിക്കിഷ്ടായി. എന്താന്ന് വെച്ചാല് എനിക്ക് അത്രയ്ക്ക് ധൈര്യമില്ലാത്തതാ. അപ്പോ തൻ്റെ ഉള്ളൊരു ഭാര്യ നല്ലതല്ലേ? ഞാൻ ആദ്യം കല്യാണം കഴിച്ച പെണ്ണ് തീരെ പാവമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളായതുകൊണ്ട് പല കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. എങ്ങനെയാ ഭാര്യ മരിച്ചത്? കുളിക്കാൻ പോയപ്പോൾ മുങ്ങി മരിച്ചതാ, കയം കെട്ടിയ പുഴയിൽ. അതോർത്താ എനിക്ക് സങ്കടം വരും. ഞാൻ ഇറങ്ങട്ടെ? അപ്പൊ ബാക്കി കാര്യങ്ങൾ എങ്ങനെ? എല്ലാം തീരുമാനിച്ചോളൂ. എനിക്കൊരു നിർബന്ധ ബുദ്ധിയില്ല. അമ്മേ. ശരി. ഇറങ്ങട്ടെ? ആയിക്കോട്ടെ. ശരി. അമ്മേ, അമ്മേ, ഇയാൾ ശരിയാവൂ? എന്താ കുഴപ്പം? ഇയാള് തന്നെ മതിയിടാ. ഇതുപോലൊരു ചെറുക്കനെ വേണമെന്നാ ഗീതമ്മയ്ക്കും. ഒരു കൃഷിക്കാരൻ, അങ്ങോട്ട് എന്തു പറഞ്ഞാലും അത് കേട്ടനുസരിക്കുന്ന ഒരു പഞ്ചപാവത്താൻ. താൻ കുടിക്കുകയും ചെയ്തു ദേവാ. താൻ ഒരു അധ്യാപകനല്ലേ? അത് പണ്ട്. ഇപ്പൊ ജോലി റിസൈൻ ചെയ്തില്ലേ? കൃഷിക്കാരന് കള്ളു കുടിച്ചാലെന്താ? എന്നാലും താനിത് സ്ഥിരമാക്കിയോ? എപ്പോഴും ഇല്ല സാറേ, വല്ലപ്പോഴും ഇതുപോലുള്ള സന്തോഷത്തില്. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാ. അവക്ക് 30-35 വയസ്സുണ്ട്. പക്ഷേ തോന്നുകല, സുന്ദരിയാ. അവളെ ഇങ്ങനെ മൊത്തത്തില് കണ്ടോണ്ടല്ലോ. സാറിന് ഞാൻ വർണ്ണിച്ച് തരട്ടെ? വേണ്ട. ഞാൻ ഇപ്പോഴും ഒരു അധ്യാപകനാ.
അധ്യാപകനും മനുഷ്യനാണ്. പക്ഷേ ഈ കള്ളുകുടിയന്മാരുടെ സംസ്കാരമല്ല. എടോ, താൻ ആ സ്ത്രീയെ നശിപ്പിക്കുവോ? ശ്ശേ, ഇന്ന് വരെ സ്ത്രീകളെ നശിപ്പിച്ചിട്ടില്ല ഞാൻ. എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ. എടോ, തനിക്ക് അത്ര സ്വഭാവം ഉണ്ടോ? ശ്ശേ, തോന്നിയാസങ്ങളൊന്നും ഇല്ല സാറേ. എന്റെ സുജാത അത്ര നല്ല പെണ്ണായിരുന്നു. അതുകൊണ്ട് ഞാൻ നേർ വഴിക്കേ നടന്നിട്ടുള്ളൂ. അവള് മരിച്ചിട്ട് അതുകൊണ്ടല്ലേ ഇത്ര നാള് വേറെ കല്യാണം കഴിക്കായിരുന്നത്. ഇപ്പൊ വിവാഹം ഒരാവശ്യമായി. അതെ, താൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീ അല്ല അവര്. ഞാനെല്ലാം പറഞ്ഞല്ലേ തന്നോട്. അതുകൊണ്ടല്ലേ പഞ്ചപാവത്തിനെ പോലെ ഞാൻ അവിടെ ചെന്ന് അഭിനയിച്ചത്. അവള് പുലിയ. പേരെന്താണെന്ന് ചോദിച്ചപ്പോ ഗീതാഞ്ജലി. ഞാൻ അവളെ ഗീതമ്മ എന്ന് വിളിക്കണമെന്ന്. അവളെ ഞാൻ താൻ ഇത്രക്ക് വൃത്തികെട്ടവനാണോടോ? ശരിക്കും സാറേ, ഇങ്ങനെ ചാടുന്ന പെണ്ണുങ്ങളൊക്കെ ബേസിക്കലി പാവങ്ങളാണ്. അത് തിരിച്ചറിയുന്ന പുരുഷന് അവളെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കാം. പക്ഷേ ഇതൊരു സുഖ, ഈ ചാട്ടം കാണാൻ. കുറച്ച് ദിവസം ഞാനിതൊന്ന് ആസ്വദിക്കട്ടെ. അയാള് ആ സഹദേവൻ തീരെ പാവായിപ്പോയോ? ചൂടി ആണത്തം കാണിച്ചില്ലെങ്കിൽ ഗീതമ്മയുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റുമോ? കണ്ടറിയണം. ഇടയ്ക്കിടയ്ക്ക് കൈ നിവർത്ത് ചേച്ചിക്കിട്ട് 2 പൊട്ടിക്കാൻ പറ്റിയ അയാള് രക്ഷപ്പെടും. തല്ലാനോ? അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല. ചേച്ചി അയാളെ തല്ലിയാലോ? അതിനെ സമ്മതിക്കോ? അങ്ങനെ ഒന്നും ചെയ്യില്ല. ചിലപ്പോ രണ്ടുപേരും നല്ല ഇഷ്ടത്തിലാവും. ഇതൊക്കെ പ്രതീക്ഷയാ. ചിലപ്പോ തല്ലിപ്പിരിയാനും മതി. ചേച്ചി പറഞ്ഞത് ഒരാഴ്ച ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞു വിടുവെന്ന. ഏയ്, അത് ഞാൻ നോക്കിക്കോളാം. അടിയോടിയെ കൊണ്ട് ഒന്നുകൂടി പറയിക്കും, 1 വർഷമെങ്കിലും ഒരുമിച്ച് താമസിക്കണമെന്ന്. അടിയോടി പറഞ്ഞാ പിന്നെ ചേച്ചിക്ക് പേടിയാ. അതിപ്പോഴല്ലേ. അടിയോടി പറഞ്ഞ രാജയോഗത്തിന് പകരം ജീവിതം നരകമാവുമ്പോ ചേച്ചി ആദ്യം അടിയോടിയെ ഓടിക്കും. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെ മനസമാധാനം കളയരുത്. ചിലപ്പോ ഇനിയായിരിക്കും ഗീതമ്മയ്ക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നത്. മോള് കല്യാണത്തെക്കുറിച്ചാണോ ആലോചിക്കുന്നേ? പിന്നല്ലാതെ ഓരോ കഷ്ടകാലം വന്ന് കേറുന്നതേ. കഷ്ടകാലം മാറാനല്ലേ മോളെ? ആർക്കറിയാം? ആ അടിയോടിയുടെ വാക്ക് കേട്ടോണ്ടുള്ള പോക്ക. അങ്ങേര് പറഞ്ഞതെങ്ങാനും തെറ്റിപ്പോയാ ഇവിടെ കൊലപാതകം നടക്കും. ആ സഹദേവൻ ഒരു പാവാണെന്ന് തോന്നുന്നു അല്ലേ? ആ, അതാ ഒരു ആശ്വാസം. അയാൾ കുഴപ്പക്കാരനല്ല, പറഞ്ഞ അനുസരിച്ചോളൂ. നിന്റെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാം കാർത്തിക് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ മോളെ, അവൻ ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിന്നോളും. ഓ, അത് ശരി. അപ്പോ അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ആളാണോ ഞാൻ? അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ആ ചെറുക്കനൊരു പാവാണെന്ന് പറയായിരുന്നു. എന്തായാലും അവനെ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ? ആ,
ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ആണുങ്ങൾക്കെല്ലാം എന്റെ മനസ്സിൽ ഒരൊറ്റ രൂപമാ, ആൾക്കൊരങ്ങിന്റെ. കല്യാണം കഴിയുമ്പോ ആ ധാരണയൊക്കെ മാറിക്കോളും. നിന്നോട് ചോദിച്ചില്ല. ഇതേ ഞങ്ങളുടെ കുടുംബക്കാരിയുവാ, നീ അന്വേഷിക്കണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഭർത്താവിനെങ്കിലും ഒന്ന് സ്നേഹിക്കാൻ പഠിക്ക്. തോമാച്ച, തന്ന തുക പലിശ സഹിതം ഇതിലുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പ്ലാനുകളൊന്നും നടന്നില്ല. അഴകത്ത് വീടായിരുന്നു എന്റെ ലക്ഷ്യം. അത് കയ്യിന്ന് പോയി. അറിഞ്ഞില്ലേ, ബാലാമണി തിരിച്ചു വന്നു. ഇത്രയും പണം അവള് കൊണ്ടുവരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പോട്ടെ കവിതേ, എല്ലാം നമ്മൾ വിചാരിക്കുമ്പോൾ നടക്കത്തില്ലെന്നേ. ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഈ കാശ് എടുത്തിട്ട് എന്റെ വീടിന്റെ ആധാരങ്ങളും ഡോക്യുമെന്റ്സും ഒക്കെ ഇനി തിരിച്ചു താ. അത് തിരിച്ച് രജിസ്റ്റർ ചെയ്യണം. കവിതേ, അതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എല്ലാം കവിതയുടെ വീട്ടിൽ തന്നെ അലമാരയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അവിടെ പോവാറുണ്ടോ തോമാച്ചൻ? ഇല്ല, ഇടയ്ക്ക് തൂത്തു തുടയ്ക്കാനൊക്കെ പാളയത്ത് മാർക്കറ്റിൽ നിന്നൊരു സ്ത്രീ വരും. വീടല്ലേ, തൂക്കാതെയും തുടയ്ക്കാതെയൊക്കെ ഇട്ടാ നശിച്ചു പോകത്തില്ലേ. കവിത എന്നൊരു കാര്യം ചെയ്, വീട്ടിലോട്ട് ചെല്ല, ഞാൻ പുറകെ അങ്ങ് വരാം. ഓക്കെ. ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുന്നു. പാളയം മാർക്കറ്റിൽ നിന്ന് ഏത് ചന്തയാണോ എന്തോ വീട് നോക്കാൻ വന്ന് നിൽക്കുന്നേ. നീയാണോ? അയ്യോ, നീയാണോ? നീ എന്താ ഇവിടെ? ഈ തള്ളേന്റെ സർവ്വവ്യാപിയാണോ? നീയാണോ പാളയം മാർക്കറ്റിൽ നിന്ന് വന്ന് എന്റെ വീട് സൂക്ഷിക്കുന്ന ചന്തപ്പെണ്ണ്? പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടി നീ എന്നൊന്നും വിളിക്കരുതെന്ന്. ഒരു തവണ ഒന്ന് തന്നതാ ഞാൻ, ഇനിയും വാങ്ങിക്കും എന്റെ കയ്യിൽ നിന്ന്. ദേ, നിങ്ങളൊന്ന് മാറിക്കേ. മാറാൻ നീ എന്തിനാ അകത്തേക്ക് പോകുന്നത്? പുറത്ത് നിന്ന് കാര്യം പറഞ്ഞാ മതി. ദേ തള്ളേ, മൂക്കിന്റെ പാലം നോക്കി ഞാനൊരു ഇടിവെച്ച് തരുവേ. നിങ്ങൾ ചോര തുപ്പി ഇവിടെ കിടന്ന് ചാവും. എന്റെ വീട്ടിലേക്ക് എനിക്ക് കയറണമെങ്കിൽ നിന്റെ അനുവാദം വേണോടി? നിന്റെ വീടോ? കുറെ നേരമായി നീ ഇത് പറയുന്നു. ഇതേ എന്റെ വീടാ, എന്റെ മോള് വാങ്ങിച്ച വീട്. നിങ്ങളുടെ മോള് എന്റെ വീട് വാങ്ങിച്ചെന്നോ? അതാരാടി അത്? ദേ, എടി പോടിയെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞതാ ഞാൻ. വേണോടി ഇതിനൊക്കെ? മോളെ, മോളെ, ദേ വന്നിരിക്കുന്ന ഈ നശൂലത്തെ ഒന്ന് ഇറക്കി വിട്.
ഇതാര് കവിതയോ? എന്താ എന്റെ വീട്ടിലേക്ക്? ഇരിക്കൂ. നിന്റെ വീടോ? നീ എന്താടി ഇവിടെ? ഇതെന്റെ വീടല്ലേ? നിന്റെയോ? നിന്റെ അച്ഛൻ വാങ്ങിച്ചു തന്നതാണോടി എന്റെ വീട്? ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. ദേ കാര്യമൊക്കെ ശരിയാ. വീട്ടിൽ കേറി വന്ന അനാവശ്യം പറഞ്ഞോ ഇവിടെ ഇട്ട് ചവിട്ടി കൂട്ടുന്നിന്നെ ഞാൻ. പാലാക്കാരനൊരു ക്രിസ്ത്യാനി അറിയൂ? എന്താ മോളെ അയാളുടെ പേര്? തോമാച്ചൻ. ആ, അയാളുടെ കയ്യിൽ നിന്ന് പൊന്നും വില കൊടുത്ത് എന്റെ മോള് വാങ്ങിച്ചതാ ഈ വീട്. ഇവിടെ വന്ന് കന്നം തിരിവ് കാണിച്ച എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്റെ വീട് അയാൾ നിനക്ക് വിറ്റെന്നോ? ദേ കളി എന്നോട് വേണ്ട. ഞാൻ വല്ല അക്രമം കാണിക്കും. എന്നെ കൊല്ലുന്നതിനപ്പുറം എന്ത് ചെയ്യാനാ നീ? ഒരാളെ തന്നെ 2 തവണ കൊല്ലാൻ പറ്റുമോ? ഇത് എന്റെ വീടാ. ഞാൻ കാശ് കൊടുത്ത് പാലാക്കാരൻ കോട്ടുപ്ലാക്കൽ തോമസ് ചെറിയാനിൽ നിന്നും വാങ്ങിച്ച വീട്. ഇവിടെ വന്ന് തോന്നിയാസം പറഞ്ഞ പോലീസിനെ വിളിക്കാൻ ഞാൻ നോക്കിക്കോ. വേണ്ടടി, നീ വിളിക്കണ്ട. ഞാൻ വിളിക്കാം പോലീസിനെ. നിന്നെ ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, പോലീസ് സ്റ്റേഷൻ.